ഈശ്വര പ്രാർത്ഥനയോടെ ഈ പരിപാടി സമാരംഭിക്കാൻ ശ്രീമതി അമ്മിണിക്കുട്ടനെ ക്ഷണിക്കുന്നു. അഖിലം നിറയുന്ന നിത്യചൈതന്യമേ, അനശ്വര സ്നേഹത്തിൻ കേദാരമേ, അഖില ചരാചര സൃഷ്ടിക്കാധാരമേ, അകതാരിൽ വന്നു നീ നിറയണമേ. സ്മരണാഞ്ജലിയാണ് അടുത്തത്. ശ്രീമതി സ്വപ്ന ലതാറാണി നാരായണനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഥകളുടെ പെരുന്തച്ഛൻ വാക്കും ഹൃദയവും മുട്ടി മലയാളക്കര നിശ്വാസമടക്കി. വരും വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലേക്ക് തുറന്നിട്ട ഒറ്റജാലകം അടഞ്ഞു. ഏകാന്ത യാത്രയിൽ ഹൃദയം കൊണ്ട് അടയാളമിട്ട ഒറ്റയടിപ്പാത മാത്രം ബാക്കിയായി. വരാനിരിക്കുന്നവർക്കു വേണ്ടി കാലദേശാധിപത്യമായ നിളപോൽ ശാന്തമായി ഒഴുകിയ ദ്വയാക്ഷര പച്ചയ്ക്ക് നിശബ്ദ താഴ്വരയിൽ നിത്യനിദ്ര. ഉള്ളൊരുക്കങ്ങളുടെ നിധിശേഖരത്തിന് കാലം മുദ്രവെച്ചു. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, നോവലിസ്റ്റ്, കഥാകൃത്ത്, നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിലെല്ലാം കേരളത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ നമ്മുടെ സ്വന്തം MT. മലയാള സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സുഹൃതമായിരുന്നു MT വാസുദേവൻ നായർ. കഥയിലൂടെ അനശ്വരവും അനിർവചനീയവുമായ സർഗാത്മക സമ്മാനിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രതിഭാശാലിയായ എഴുത്തുകാരൻ. അക്ഷരങ്ങളിലൂടെ വാക്കുകളല്ല നക്ഷത്ര പുഷ്പങ്ങൾ വിരിയിച്ച മഹാസാഹിത്യകാരനായിരുന്നു MT. വിശ്വമാകെ ആദരിക്കുന്ന സാഹിത്യ നായകരാണ് ഷേക്സ്പിയർ, മാക്സ്വെൽ എല്ലാം. മലയാളികൾക്ക് ഇവരെല്ലാമായിരുന്നു നമ്മുടെ MT. ലോക സാഹിത്യ ഭൂപടത്തിൽ കേരളത്തിൻ്റെ വിലാസം രേഖപ്പെടുത്തിയ എഴുത്തുകാരനെന്ന് MTയെ വിശേഷിപ്പിക്കാം. കാൽപ്പനികതയുടെ ഹിമസ്പർശമുള്ള ആവിഷ്കാര ചാരുതയുടെ അനുഭൂതി ചൊരിയുന്ന കഥകളും നോവലുകളും സിനിമകളും നമുക്ക് സമ്മാനിച്ചു. കാലവും നാലുകെട്ടും മഞ്ഞും രണ്ടാമൂഴവുമായി ഭാഷയുടെയും രചനയുടെയും അഴകാൽ മോഹിപ്പിച്ച കൃതികളുടെ ഉടമ. അവഗണിക്കപ്പെട്ട രണ്ടാമൂഴക്കാരൻ ഭീമനെ നായകനാക്കി അവഗണിക്കപ്പെട്ടതെന്തും അവഹേളിതരുമായെന്ന് വിളംബരപ്പെടുത്തി MT. നിസ്സഹായമായ ജീവിതങ്ങൾക്കുമേൽ, കണ്ണു തുറക്കാത്ത ദൈവബിംബങ്ങൾക്കുമേൽ കാറിത്തുപ്പുന്ന വെളിച്ചപ്പാടിനെ സൃഷ്ടിച്ച ധീരതയുമാണ് MT. ചലച്ചിത്ര ജീവിതത്തിൽ ശ്രദ്ധേയനായത് രാജ്യം ബഹുമതികൾ നൽകി അംഗീകരിച്ച നിർമാല്യം പോലൊരു സിനിമ സാധ്യമല്ലായിരുന്ന വർത്തമാന സാമൂഹ്യ സന്ദർഭത്തിലാണ് MTയുടെ സർഗധീരതയും പ്രമേയത്തിൻ്റെ സാർവകാലിക പ്രസക്തിയും തിരിച്ചറിയാനാവുക. ആ തൂലിക സ്പർശത്തിൽ പിറന്ന സൃഷ്ടികൾ നമ്മുടെ ചരിത്രത്തിലെ സുവർണ രേഖകളായി അറിയപ്പെടുന്നത്. ചതിയനും വഞ്ചകനുമായി അധികാരവർഗം ചിത്രീകരിക്കുന്ന ചന്തുമാരുടെ പ്രതിഷേധ ജീവിത ചിത്രത്തിനുമപ്പുറം മറച്ചുവെക്കപ്പെട്ട വീരഗാഥകൾ ആവിഷ്കരിച്ച് മനുഷ്യ ജീവിതാവസ്ഥയിലേക്ക് MT വിളക്കു തെളിച്ചു. നിളയെ മണൽപ്പുഴയാകുന്ന പാരിസ്ഥിതിക ചൂഷണത്തിനോടും ആദിവാസിയെ വെടിയുണ്ടക്കിരയാക്കിയ ഭരണ നേതൃത്വ ഭീകരതയോടും ആ കലാകാരൻ മറയില്ലാതെ ശോഭിച്ചു. മൗനത്തിന് ഭാഷയും സംഗീതവും ഉണ്ടെന്നും അതൊരു സാംസ്കാരിക വ്യവഹാരമാണെന്നും ബോധ്യപ്പെടുത്തിയ എഴുത്തു ജീവിതമായിരുന്നു MTയുടേത്. കൈരളിയുടെ സാഹിത്യ സാംസ്കാരിക കാലഘട്ടത്തിലെ പ്രകാശഭരിതമായ ഒരേടാണ് മറയുന്നത്. മലയാളിയുടെ വായനയെ, ചിന്തയെ, കാഴ്ചപ്പാടുകളെയും അത്രമേൽ സ്പർശിച്ച, സ്വാധീനിച്ച രണ്ടക്ഷരം. ആ രണ്ടക്ഷരം മറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക സാഹിത്യ ജീവിതം എത്രമേൽ ദരിദ്രമാകുന്നു എന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ മഹാനുഭാവനയ്ക്ക് കേരളത്തിൻ്റെ അക്ഷരാഭിവാദ്യങ്ങൾ. കൂടെ നമ്മൾക്ക് നിലവിളക്കായി, നമ്മൾക്ക് തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നവരും ഇന്നലെ കൊണ്ട് മറഞ്ഞവരുമായ എല്ലാ സാഹിത്യകാരന്മാർക്കും സ്മരണാഞ്ജലികൾ. നന്ദി. കഥാകാരിയും കവയിത്രിയുമായ ശ്രീമതി ഗ്രേസ് മെർലിനെ സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയ മിത്രങ്ങളെ, ഇവിടെ എത്തി ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളെ, പ്രിയ ബഹുജനങ്ങളെ, കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിൻ്റെ പുസ്തക പ്രകാശനവും സമ്മാന വിതരണവുമാണ് ഈ വേദിയിൽ നടക്കുന്നത്. വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഉപവിഷ്ടരായിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കടമ. ഈ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമേ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ TP ശാസ്ത്രമംഗലം സാർ അവർക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ TPD രാജൻ സാർ അവർക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു.
നമ്മുടെ പ്രിയങ്കരനായ മുഖ്യാതിഥി ജോർജ് ഓണക്കൂർ സാറിനെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തത് വിശിഷ്ടാതിഥിയായ KM രാധ കിഴക്കേ മഠത്തിന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി തെളിനീർ ട്രസ്റ്റിൻ്റെ എല്ലാമായ പ്രസിഡന്റ് ഷിബു കൃഷ്ണൻ സൈരന്ധ്രയ്ക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിയ ക്ഷണിതാക്കൾക്കായി പ്രൊഫസർ VT രമ മാഡത്തിനെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. വിനോദ് വൈശാഖി സാറിനെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഡോക്ടർ ലതാകുമാരിയുടെ മകൾ അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മിക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പകൽക്കുറി വിശ്വനാഥൻ സാറിന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറിനും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. വിനോദ് വെള്ളയാണി സാറിനും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ശ്രീകണ്ഠൻ കരിക്കകം സാറിനും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. വെണ്ണിയൂർ സോമൻ സാറിനും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നന്ദി. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. മലയാളികൾക്ക് സുപരിചിതനായ നിരൂപകൻ ശ്രീമാൻ TP ശാസ്തമംഗലത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സഹൃദയരെ, ISROയുടെ റോക്കറ്റ് വിക്ഷേപണത്തിനാണ് ഈ കൗണ്ട് ഡൗൺ കണ്ടിട്ടുള്ളത്. പിന്നെ കാണുന്നത് ഇവിടെയാണ്. അത് നോക്കിക്കൊണ്ട് പ്രസംഗിക്കാമെന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന വാക്ക് പോലും പുറത്തു വരില്ല. എന്തായാലും തെളിനീരിൻ്റെ ഈ സംരംഭം ഇപ്പോൾ മാത്രമല്ല, എല്ലാ വർഷവും പല സമയങ്ങളിലായി പല സ്ഥലത്തായി ചില പുസ്തക പ്രസാധനങ്ങൾ നടക്കാറുണ്ട്. തെളിനീരിന് അക്കാര്യത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. പലരുടെ പുസ്തകങ്ങൾ ഒരുമിച്ചിറക്കുക, പലരുടെ കഥകളും കവിതകളും ഒരുമിച്ചിറക്കുക. അങ്ങനെ തെളിനീർ ട്രസ്റ്റ് അവരുടെ പേര് പോലെ തന്നെ അക്കാര്യത്തിൽ തെളിനീരായി ഇന്നും നിലനിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഷിബു കൃഷ്ണൻ സൈരന്ധ്രയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഒരു പിഴവും കൂടാതെ എല്ലാ വർഷവും ഇങ്ങനെ പുസ്തകങ്ങൾ ഇറക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ യോഗത്തിന് എല്ലാവിധ ഭാവുകങ്ങളും, ഇന്നിവിടെ പ്രകാശിതമാകുന്ന പുസ്തകങ്ങളുടെ രചയിതാക്കൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നന്ദി സാർ. അടുത്തത് മുഖപ്രസംഗമാണ്. തെളിനീർ ട്രസ്റ്റിൻ്റെ ജീവശ്വാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീമാൻ ഷിബു കൃഷ്ണൻ സൈരന്ധ്രി. ശരിക്കും ജീവശ്വാസം എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ വർഷം ഇതേ പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ 10 ദിവസം എറണാകുളത്ത് നിന്ന് വന്ന് അദ്ദേഹം വെയിറ്റ് ചെയ്ത് സ്റ്റാൾ ഉൾപ്പെടെ എല്ലാം ഫുൾ കൺട്രോളിൽ കാര്യങ്ങൾ നടത്തി എഴുത്തുകാരെ മാക്സിമം അവർക്ക് കംഫർട്ടബിളാക്കി അവരെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തതാണ്. പക്ഷേ വളരെ അവിചാരിതമായി അദ്ദേഹത്തിൻ്റെ അളിയൻ സഹോദരി ഭർത്താവ് മരിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു അതീവ ഒരു ദുഃഖകരമായ കാര്യമാണ്. കാരണം ഈ പ്രോഗ്രാമിനെ അത് ബാധിക്കാതിരിക്കാൻ അദ്ദേഹം എല്ലാവിധ സഹകരണങ്ങളും ഈ ഒരു ദുഃഖകരമായ സമയത്തും ചെയ്തിട്ടുണ്ട്. അത് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഔദ്യോഗികമായി മുഖപ്രസംഗത്തിലേക്ക് കടക്കുമ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ എഴുത്തുകാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് ഉന്നത തലങ്ങളിലേക്ക് എഴുതുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അടുത്ത തലത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവരുടെ എഴുത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ വർദ്ധിപ്പിക്കുന്നതിന്, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും നന്നായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പ്രഗത്ഭരായിട്ടുള്ള ഈ മേഖലയിൽ ഇങ്ങനെ പുതിയതും അതുപോലെ തന്നെ ഇപ്പോൾ എഴുത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പഴയതുമായിട്ടുള്ള എഴുത്തുകാർ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ളവർ. ഈ വേദിയിൽ ഇരിക്കുന്നവരെല്ലാം അങ്ങനെയുള്ള എഴുത്തുകാരാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ സഹായത്തോടുകൂടി അവരുടെ എഴുത്തിനെ പ്രൊമോട്ട് ചെയ്യുക, സാഹിത്യ പഠന ക്ലാസ്സുകൾ, അതിൽ പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, അത് ആവശ്യമുള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള പ്രസാധനത്തിൽ ധാരാളം പേർ കഴിഞ്ഞ 2 വർഷമേ ആയിട്ടുള്ളൂ അത്തരം ഒരു സംരംഭം ആരംഭിച്ചിട്ട്. ഈ തെളിനീരിനെ സംബന്ധിച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഈ പുസ്തക പ്രസാധനത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിലൂടെ ധാരാളം എഴുത്തുകാരുടെ എഴുത്തിൻ്റെ ക്വാളിറ്റി
വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ 12 പുസ്തകങ്ങളാണ്. ഈ 12 പുസ്തകങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങളാണ്. അവരുടെ എഴുത്തിൻ്റെ ടേസ്റ്റ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് കടന്നു കഴിഞ്ഞാൽ എനിക്ക് 2 മിനിറ്റ് കൂടെ ഞാൻ സംസാരിക്കുകയുള്ളൂ. നമ്മുടെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോഴേക്കും ഞാൻ ചെറുതിലേക്ക് എഴുതുന്ന ഒരു വിഭാഗത്തിലുള്ള ആളാണ്, സാങ്കേതിക രംഗത്ത് നിന്നുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയപ്പോഴേക്കും ഞാൻ CSIR-ലൊരു 7 വർഷം തുടർച്ചയായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് CSIR-ലെ ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിൽ വരുന്ന സീനിയർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ TPD രാജൻ, ഒരുപക്ഷെ മെറ്റലർജിസ്റ്റിന് ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് നാഷണൽ മെറ്റലർജിസ്റ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയ ആളെ തന്നെ നമുക്കിവിടെ വേദിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു ചോദ്യം ഉദിക്കും, അദ്ദേഹം എഴുത്തുകാരനാണോ? അദ്ദേഹം എഴുത്തുകാരനാണ്, പക്ഷേ റിസർച്ച് പേർപ്പസാണ്. പക്ഷേ അതിനുമൊരു സാഹിത്യമൊക്കെ ഉണ്ട്, എഴുതുന്നതിനൊരു വിധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സാഹിത്യകാരനായിട്ടല്ല അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഇന്ന് എണ്ണം പറഞ്ഞ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മെറ്റലർജിസ്റ്റുകളിൽ ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പരമോന്നതമായ മെറ്റലർജിസ്റ്റ് അവാർഡ് നേടിയ ഒരാൾ എന്ന നിലയ്ക്കാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം ഈ ഭയങ്കരമായ തിരക്കിലും ഇത്തരമൊരു വിഭിന്നമായൊരു മേഖലയിൽ ഞങ്ങളോട് സഹകരിക്കാൻ കാണിച്ച ഒരു താല്പര്യത്തിന് നന്ദി ഉണ്ട്. പിന്നെ ബാക്കി ഇവിടെയുള്ള ഓരോരുത്തരെയും പേര് പറഞ്ഞ് സമയം പാഴാക്കുന്നില്ല എങ്കിലും ഓണക്കൂർ സാറ് ഈ നമ്മുടെ സംഘടനയുടെയും പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സാറ് അധികം പറയുന്നില്ല, അപ്പോൾ ഒരു ഹൃദയമാണ്. അതുപോലെ TP സാറായിരുന്നാലും വിനോദ് വൈശാഖി സാറായിരുന്നാലും പകൽക്കുറി സാറായിരുന്നാലും വിനോദ് വെള്ളായണി, നമ്മുടെ കാര്യവട്ടം സാർ എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും നമുക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എഴുത്തുകാർ 1-2 പേര് ഇവിടെ ഉണ്ട്. വെണ്ണിയൂർ സോമൻ നമുക്കറിയായിരിക്കും, ഈ നിയമസഭയിൽ ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു 2 മിനിറ്റ് ഇവിടെ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി പേരെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത തലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി പുതിയ എഴുത്തുകാരെയും എഴുതി തെളിഞ്ഞവരെയും കൊണ്ടുപോകുന്നതിന് തെളിനീർ ട്രസ്റ്റ് എപ്പോഴും കൂടെ ഉണ്ടാവും, അതുപോലെ തെളിനീർ പബ്ലിക്കേഷനും കൂടെ ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ മുഖപ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ഈ വാർത്ത അല്ലെങ്കിൽ എൻ്റെ ഈ പ്രസംഗം കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സാർ. അടുത്തത് ഉദ്ഘാടന പ്രസംഗമാണ്. മുതിർന്ന ശാസ്ത്രജ്ഞനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവാർഡ് ജേതാവുമായ ശ്രീ ഡോക്ടർ TPD രാജനെ അതിലേക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മാതൃഭാഷ തമിഴാണ്, ഞാൻ പക്ഷേ മലയാളത്തിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യാണ്. ഓക്കെ. വളരെയധികം സന്തോഷത്തോടെ കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഈ ചടങ്ങിന് വന്നിരിക്കുന്നത്. എൻ്റെ കർമ്മമണ്ഡലമായി നിന്ന് ഏറെ വ്യത്യസ്ത ഒരു വേദിയാണ് ഇത്. എൻ്റെ അടിസ്ഥാന കർമ്മമേഖല ശാസ്ത്രമാണ്. അത്തരത്തിലുള്ള ചർച്ചകളിലും പരിപാടികളിലുമാണ് ഞാൻ സാധാരണമായിട്ട് പങ്കെടുക്കുന്നത്. ഒന്ന് തിരുത്തി ചിന്തിക്കുമ്പോൾ പക്ഷേ മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ പുരോഗതിയുടെ നാഗരികതയുടെ ഏറ്റവും പ്രധാനപ്പെടുന്നതും ഏറെ സ്വാധീനമുള്ളതുമായ 2 ഘടകങ്ങളാണ് ശാസ്ത്രവും സാഹിത്യവും. ഏറ്റവും ചെറിയ അറ്റോമിക് കണികകൾ മുതൽ കോസ്മിക് ഗാലക്സികളുടെ വരെയും പ്രപഞ്ചത്തിൻ്റെ സങ്കീർണങ്ങൾ നമ്മൾ ശാസ്ത്രത്തിലൂടെ അറിയുന്നു. മറുവശത്ത് എഴുത്തിലൂടെയും അനുഭവത്തിലൂടെയും ആവിഷ്കരണമാണ് സാഹിത്യം. അത് നമ്മുടെ പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും പ്രതിഫലമാണെന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും രൂപാന്തരപ്പെടുന്നതും സാഹിത്യം ശക്തിയുമുണ്ട്. ശാസ്ത്രവും സാഹിത്യവും പരസ്പരം വളരെയേറെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ശാസ്ത്രം സാഹിത്യത്തിനെ അറിയിക്കുന്നു, സാഹിത്യം ശാസ്ത്രത്തെ പ്രചോദിപ്പിക്കുന്നു. നാം എഴുതുന്ന സയൻറ്റിഫിക്കായ ഒരു തലം കൂടിയുണ്ട്. നാം എഴുതുന്ന രീതിയിലും ചിന്തിക്കുന്ന രീതിയിലും ഒക്കെ അത് പ്രകടനം ആവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകം കണ്ട ചിത്രകാരന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ഡാവിഞ്ചിയും ശാസ്ത്രജ്ഞരിൽ പ്രമുഖനായ ഐസക് ന്യൂട്ടനും സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇന്നിവിടെ പ്രദർശനം പോകുന്ന പുസ്തകങ്ങളെപ്പറ്റി രണ്ട് മൂന്ന് പുസ്തകങ്ങളെപ്പറ്റി ഞാൻ പറയുകയാണ്. ആദ്യമായിട്ടുള്ള ശ്രീ TP ശാസ്ത്രമംഗലം സാറിൻ്റെ സംയോജനം നിർവഹിച്ച മേഘങ്ങളുടെ നിലവിളി മലയാള ചെറുകഥ സാഹിത്യത്തിലൂടെ ഒരു സംഭാവന തന്നെയാണ്. 17 വ്യത്യസ്ത കഥകളുടെയും ഇതിലുള്ളതാണ്. മികവും ആത്മീയതയുമുള്ള ആയ കഥകളാണ് എല്ലാം. ബാലസാഹിത്യ രചനകൾ കൊണ്ട് പ്രശസ്തനായ ശ്രീ പകൽക്കുറി
സാറിൻ്റെ തേനും വയമ്പും അക്ഷരഗീതങ്ങൾ കൊണ്ടും ബാലകവിതകൾ കൊണ്ടും ശ്രദ്ധേയമാകുന്ന ഒരു രചനയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പൂവും പൂമ്പാറ്റയും മഴയും മഴവില്ലും ഒക്കെ ഈ കവിത സമാഹാരത്തിൽ വിഷയങ്ങളായി ആവുന്നു. ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന മറ്റൊരു പുസ്തകമാണ് ശ്രീ ഗേസ് മെർലിൻ മാഡത്തിൻ്റെ രചിച്ച 9 കഥകളുടെ സമാഹാരമായ കണൽ മരത്തണൽ ആണ്. വർത്തമാനകാലത്തിൽ സാമൂഹിക ജീവിതമാണ് ഇതിൻ്റെ ആധാരം. വായനക്കാരുടെ അല്ല അനുഭൂതി നൽകുന്ന ഒന്നാകട്ടെ ഈ പുസ്തകമാണെന്നും ഇനിയും ഇതുപോലെ നല്ല രചനകൾ നടത്താൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. കവിതകൾ എന്നും സാഹിത്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. അത്തരത്തിലുള്ള ഒരു നല്ല കവിത സമൂഹമാണ് ശ്രീ മധുസൂദനൻ എം സാറിൻ്റെ നിലവിളിയിലേക്കുള്ള വഴികൾ. കവിതയെ ഇഷ്ടപ്പെടുന്ന വായനക്കാർ ലളിതമായിട്ടും ചെറുകവിതകൾ ഉൾക്കൊള്ളിച്ചും ഈ പുസ്തകത്തിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ എന്നുറപ്പാക്കുന്നു. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തായ ശ്രീ ഷിബു കൃഷ്ണൻ സൈതാദ്രി ആദ്യ പുസ്തകമായ കാൽപ്പണിതകളും ഉത്തരാദ ചിന്തകളും നോവൽ, കഥ, കവിത, നിരൂപണം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. നിരൂപണവും പണ്ഡിതവും സാഹിത്യവും അവലോകനങ്ങളും ഒത്തുചേരുന്ന അപൂർവം പുസ്തകങ്ങളിൽ ഒന്നാണിത്. ഏത് സാഹിത്യ രചനയിലും മനസ്സിലാക്കാനും പഠിക്കാനും നിരൂപണം ചെയ്യുവാനും വിമർശിക്കാനും ഉണ്ടെങ്കിലും അതുകൂടി ഒരു വായനക്കാരൻ ചെയ്യുന്ന എന്നതിൻ്റെ തെളിവാണ് ഈ പുസ്തകം. വായനക്കാരും സാഹിത്യക്കാരും നിരൂപകരും ഈ രചനയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അവസാനിക്കുന്ന മുമ്പ് എനിക്ക് കുറച്ചുകൂടി പരിചയമുള്ള സയൻസ് ഫിക്ഷൻ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ അല്പം ചില കാര്യങ്ങൾ ഇവിടെ ഷെയർ കൂട്ടിച്ചേർക്കുന്നു. സയൻസ് ഫിക്ഷൻ വായനക്കാരുടെയും എഴുത്തുകാരുടെയും ചലച്ചിത്രക്കാരുടെയും തലമുറകളുടെ പ്രചോദിപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. 2001 ഇറങ്ങിയ ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളും എ സ്പേസ് ഒഡിസി എന്ന സിനിമയും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആർതർ സി ക്ലാർക്കിനെ പോലുള്ള രചയിതാക്കൾ പരിചയപ്പെടുത്തിയ വിർച്വൽ അസിസ്റ്റൻ്റാണ് ഇന്നിപ്പോൾ അലക്സായും ഗൂഗിൾ അസിസ്റ്റൻ്റായും ആയത്. ചുരുക്കത്തിൽ സയൻസ് ഫിക്ഷനുകളും ശാസ്ത്രീയവും സാങ്കേതികവും മുന്നേറ്റങ്ങളുടെ പ്രചോദനിക്കാനും അവയെ സമൂഹത്തിന് സംഭവിക്കാനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അഭിപ്രായം നൽകാനും ഭാവിയിലെ സംഭവങ്ങളെ പ്രവചിക്കാനും മുൻകൂടിയാണ് കാണുന്നത് കഴിയും. ഷിബു പറഞ്ഞതുപോലെ ഞാൻ മിക്കവാറും 150 റിസർച്ച് പബ്ലിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ പ്യുവർലി സയൻറ്റിഫിക് ലിറ്ററേച്ചറാണ്. മറ്റും 15 ബുക്ക് ചാപ്റ്റേഴ്സും എഴുതിയിട്ടുണ്ട്. അതാണ് എൻ്റെ സംഭാവന ലിറ്ററേച്ചർ. അതെല്ലാം പ്യുവർലി സയൻറ്റിഫിക് ലിറ്ററേച്ചറാണ്. പക്ഷേ സയൻറ്റിഫിക് ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ഗവേഷണങ്ങൾ ചെയ്യുന്ന മുമ്പിൽ ഒരു ശാസ്ത്രജ്ഞൻ പഴയ സയൻറ്റിഫിക് ലിറ്ററേച്ചറെ കുറിച്ച് വായിക്കുകയും അതേക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ബേസ് ചെയ്തിട്ടാണ് പുതിയ ഗവേഷണങ്ങൾ നടത്തുകയും അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് സയൻറ്റിഫിക് ലിറ്ററേച്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ്. റീസെൻ്റായിട്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 1 നേഷൻ 1 സബ്സ്ക്രിപ്ഷൻ എന്നുള്ള 6000 കോടിയുടെ ഒരു പദ്ധതിയാണ് പുറപ്പെടുവിച്ചത്. 2025, 26, 27 വർഷത്തേക്ക് 6000 കോടി രൂപ ഗവൺമെൻറ് ചെയ്തിട്ട് മേജർ സയൻറ്റിഫിക് പബ്ലിക്കേഷനാണ് എൽസ്വെയർ, സ്പ്രിംഗർ ഇതുപോലുള്ള എല്ലാ സബ്സ്ക്രിപ്ഷൻസും നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മറ്റും യൂണിവേഴ്സിറ്റീസിലേക്കെല്ലാം കൊണ്ടുവരികയും ചെയ്തു. ഇത് ജനുവരി 1, 2025 മുതലാണ് അവർ ചെയ്യുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻസ് ആണ് സയൻറ്റിഫിക് ലിറ്ററേച്ചർ ഗവേഷണക്കാർക്കും ശാസ്ത്രജ്ഞരും മറ്റും പഠനം ചെയ്യുന്ന സ്റ്റുഡൻസിനുമെല്ലാം. ശാസ്ത്ര ഗവേഷണവുമായി മുന്നോട്ട് പോകുന്ന ഇടയിൽ വളരെ വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള ഒരു സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിന് അല്പം നേരം നിൽക്കുകയും സംസാരിക്കുകയും അവസരം നൽകിയതിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നിവിടെ പ്രവേശനം ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങൾക്കും അവയുടെ രചയിതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. അടുത്തതായി നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുസ്തക പ്രകാശനമാണ്. അതിലേക്കായി സാറിനെ തന്നെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ TPD രാജൻ സാർ പുസ്തക പ്രകാശനത്തിനായി സാറിനെ ക്ഷണിക്കുന്നു. ആദ്യത്തെ പുസ്തകം മേഘങ്ങളുടെ നിലവിളി സംയോജനം ചെയ്തത് ശ്രീമാൻ TP ശാസ്തമംഗലം അവറുകളാകുന്നു. പ്രൊഫസർ VT രമയാണ് ഏറ്റുവാങ്ങുന്നത്. അടുത്ത പുസ്തകം തേനും വയമ്പും ആണ്. ശ്രീമാൻ പകൽക്കുറി വിശ്വൻ രചിച്ചത്. ഏറ്റുവാങ്ങുന്നത് ശ്രീമാൻ വിനോദ് വൈശാഖി.
പുസ്തകം തേനും വയമ്പും. രചന ശ്രീ പകൽക്കുറി വിശ്വൻ. പുസ്തക സ്വീകാരം ശ്രീ വിനോദ് വൈശാഖി. അടുത്ത പുസ്തകം കനൽ മരത്തണലിൽ. എഴുതിയത് ശ്രീമതി ഗ്രേസ് മെർലിൻ. സ്വീകരിക്കുന്നത് ഡോക്ടർ ആർ ലതാകുമാരിയുടെ മകൾ അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി. അടുത്ത പുസ്തകം കനൽ മരത്തണലിൽ. എഴുതിയത് സ്വാഗത പ്രാസംഗിക ആയിരുന്ന ശ്രീമതി ഗ്രേസ് മെർലിൻ. സ്വീകാരം ഡോക്ടർ ആർ ലതാകുമാരിയുടെ മകൾ അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി. അടുത്ത പുസ്തകം തെളിനീർ ട്രസ്റ്റിന്റെ ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി അമ്മിണി കുട്ടന്റെ പെൺവിളിയാണ്. ഏറ്റുവാങ്ങുന്നത് ശ്രീ വിനോദ് വൈശാഖി. പുസ്തകം പെൺവിളി. രചയിതാവ് ശ്രീമതി അമ്മിണി കുട്ടൻ. പുസ്തക സ്വീകാരം പ്രശസ്ത കവി ശ്രീ വിനോദ് വൈശാഖി. നിലാവിലേക്കുള്ള വഴികൾ. എഴുതിയത് ശ്രീമാൻ മധുസൂദനൻ എം കാക്കയങ്ങാട്. ഏറ്റുവാങ്ങുന്നത് ശ്രീ ശ്രീകണ്ഠൻ കരിക്കകം. നന്ദി ഡോക്ടർ ടി.പി.ഡി. രാജൻ സാർ. അടുത്ത് പുസ്തക പ്രകാശനത്തിനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനും ബഹുമാന്യനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ചിന്ന ചിന്ന ആകാശങ്ങൾ. രചയിതാവ് ശ്രീ മധുസൂദനൻ എം കാക്കയങ്ങാട്. ഏറ്റുവാങ്ങുന്നത് ശ്രീ ഷിബു കൃഷ്ണൻ സൈരന്ത്രി. കനൽമരം എന്ന പുസ്തകമാണ് അടുത്തതായി പ്രകാശനം ചെയ്യുന്നത്. എഴുതിയത് MS റസ്ലി. ഏറ്റുവാങ്ങുന്നത് പ്രൊഫസർ VT രമ. അടുത്ത പുസ്തകം ശ്രീമതി ശ്യാമള അനിൽകുമാർ എഴുതിയ പുകച്ചുരുളുകൾക്ക് പിന്നിൽ. പുസ്തക സ്വീകാരം ശ്രീമാൻ TP ശാസ്തമംഗലം. മഴമേഘങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് അടുത്ത് നടക്കുന്നത്. എഴുതിയത് ശ്രീമതി രഞ്ജിത VK. ഏറ്റുവാങ്ങുന്നത് ശ്രീമാൻ വിനോദ് വെള്ളായണി. അടുത്ത പുസ്തകം കാൽപ്പനികതയും ഉത്തരാധുനിക ചിന്തകളും. എഴുതിയത് ശ്രീ ഷിബു കൃഷ്ണൻ സൈരന്ത്രി. പുസ്തക സ്വീകാരമാകട്ടെ ഡോക്ടർ TP.D. രാജൻ. അവസാനത്തെ പുസ്തകമായ ചിന്താസാഗരം എഴുതിയത് ശ്രീമതി സിന്ധു തിങ്കൾ. ഏറ്റുവാങ്ങുന്നതും ഡോക്ടർ TP.D. രാജൻ അവർ തന്നെയാണ്. എല്ലാ രചയിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അടുത്ത സ്നേഹാദരവിൻ്റെ മുഹൂർത്തമാണ്. സ്നേഹാദരവ്. ആദ്യമായി തെളിനീർ ട്രസ്റ്റിൻ്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഉദ്ഘാടകൻ തന്നെയായ ഡോക്ടർ TP.D. രാജൻ അവർകളാണ്. സ്നേഹാദരവ് നൽകാൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ തന്നെയാണ് ഇപ്പോഴും ക്ഷണിക്കുന്നത്. ഡോക്ടർ TP.D. രാജൻ അവർകൾ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നു. ഇനി തെളിനീർ ട്രസ്റ്റിൻ്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ഗ്രേസ് മെർലിനാണ്. ശ്രീമതി ഗ്രേസ് മെർലിനെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ ജോർജ് ഓണക്കൂർ തന്നെയാണ് ഈ സ്നേഹാദരവും അർപ്പിക്കുന്നത്.
അമ്മിണിക്കുട്ടൻ ടീച്ചർ അടുത്ത സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് വരിക. അമ്മിണിക്കുട്ടൻ ടീച്ചർ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നു. ശ്രീമതി സിന്ധു തിങ്കൾ അടുത്ത സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നു. ശ്രീമതി സിന്ധു തിങ്കൾ. ഇതോടുകൂടി സ്നേഹാദരവ് അർപ്പിക്കുന്ന ഈ മുഹൂർത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മോട് സംസാരിക്കാൻ നമ്മുടെ മുഖ്യാതിഥിയായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരത്തെ എല്ലാ അരങ്ങുകളിലെയും സജീവ സാന്നിധ്യം. തിരുവനന്തപുരത്തെ എല്ലാ അരങ്ങുകളിലും മുഖ്യ വേഷം അഭിനയിക്കുന്ന ഒരു പാവപ്പെട്ട എഴുത്തുകാരനാണ് ഞാൻ. എനിക്ക് ഈ വേദിയിൽ വെച്ച് 6 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ തെളിനീർ ട്രസ്റ്റ് അവസരമൊരുക്കി തന്നു എന്നുള്ളതിൽ അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ പ്രകാശനം ചെയ്ത സിന്ധു തിങ്കളിൻ്റെ ചിന്ത സരിത് സാഗരം എന്ന പുസ്തകം ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ പഠിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. വ്യത്യസ്തമായ പുസ്തകമാണ്. ഗൗരവപൂർണമായ ഒരു സാഹിത്യ സമീപനം പുലർത്തുന്ന പഠിതാവ്, ഗവേഷക എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട സിന്ധു തിങ്കൾ ഈ പുസ്തകത്തിൽ നമ്മുടെ സ്നേഹാദരം അർഹിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് ഷിബു കൃഷ്ണൻ സൈരന്ധ്രി തയ്യാറാക്കിയ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ വിവിധ കാലങ്ങളിൽ എഴുതപ്പെട്ട പ്രശസ്തങ്ങളായ കൃതികളെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അതിനെ ആധാരമാക്കി കാൽപ്പനികതയും ഉത്തരാധുനിക ചിന്തകളും എന്ന വേറിട്ട ഒരു പുസ്തകമാണ് ഷിബു കൃഷ്ണൻ സൈരന്ധ്രിയുടേത്. ഇനിയുള്ളത് ചില കഥകളും കവിതകളും ആണ്. ശ്രീമതി ശ്യാമള അനിൽകുമാർ പുകച്ചുരുകൾക്ക് പിന്നിൽ എന്ന പേരിൽ എഴുതിയ കഥകൾ ജീവിത അനുഭവങ്ങൾ നിറഞ്ഞ അവരുടെ വലിയ ജീവിതം എന്ന് പറയുന്നത് ഒത്തിരി കഷ്ടപ്പാടുകൾ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ നിറഞ്ഞ ഒരു സഹോദരിയാണ് പ്രിയപ്പെട്ട നമ്മുടെ ശ്യാമള അനിൽകുമാർ. അവരുടെ അനുഭവങ്ങൾ കോറിയിട്ട പുസ്തകം ആണ് പുകച്ചുരുളുകൾക്ക് പിന്നിൽ. അടുത്ത പുസ്തകം ചിന്ന ആകാശങ്ങൾ, ഉത്തരാധുനിക കഥകൾ എന്ന് പേരിട്ടിരിക്കുന്ന മധുസൂദനൻ എം കാക്കയങ്ങാടിൻ്റെ ഈ പുസ്തകം. ഉത്തരാധുനികം എന്ന് പറയുമ്പോൾ അതിന് വേറിട്ടൊരു മാനമുണ്ട്. അത് ഈ കാലത്തിനപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്ന ചില ആകാശങ്ങൾ കണ്ടെത്തുന്നതിന് അദ്ദേഹത്തിന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് ആ പുസ്തകത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉത്തരാധുനികത എന്ന് പറയുന്നത് മലയാളത്തിൽ സംഭവിച്ച കഥയുടെ ഒരു വലിയ പരിണാമമാണ് എന്നുകൂടി പ്രിയപ്പെട്ട മധുസൂദനനെ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ശ്രീമതി റസ്സിലി എഴുതിയ കനൽകരം എന്ന പുസ്തകം കവിതയാണ്. കാവ്യരംഗത്ത് കാൽവെപ്പ് നടത്തുന്ന പ്രിയപ്പെട്ട റസ്സിലിയെ അനുമോദിക്കുന്നു. എഞ്ചിത വി.കെ. മഴമേഘങ്ങൾ, അതും കാവ്യ സമാഹാരമാണ്. ജീവിതത്തിൻ്റെ പരിസരങ്ങളുടെ രൂപാന്തരങ്ങളാണ് ആ കവിതയിൽ ഉൾക്കൊള്ളുന്നത് എന്ന് സാമാന്യമായി പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ഈ സമയപരിധിക്കുള്ളിൽ നിന്ന് സംസാരിക്കാതെ സാധ്യമല്ല. അത് ഞാൻ പറയുന്നത് എന്നോട് ക്ഷമാപണപൂർവ്വം കേൾക്കണം, അത് അനുസരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഒരാൾ എന്നുള്ള നിലക്ക്, സാഹിത്യ പഥങ്ങളിൽ യാത്ര ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ ചില ചിന്തകൾ ഈ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് പറയുമ്പോൾ അത് ദയാപൂർവം കേൾക്കണം എന്ന് എനിക്ക് അപേക്ഷയുണ്ട്. ഒന്നാമത് ഞാൻ അനുമോദിക്കുന്നു ശ്രീ ഷിബു കൃഷ്ണൻ സൈരന്ധ്രിയെ, തെളിനീർ ട്രസ്റ്റിനെ. ഇത് നമ്മുടെ വാട്ടർ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ആളുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അതിൽ നിൽക്കുന്ന ജീവനക്കാരാണ് ഏറെയും ഇതിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ
പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷിബു കൃഷ്ണൻ വളരെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നിങ്ങളുടെ എല്ലാം സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനൊരു മഹത്തായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതല്ല, അതും ആണ് എങ്കിലും നല്ല പുസ്തകങ്ങൾ, കാലത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന മികച്ച ഗ്രന്ഥങ്ങൾ സമ്മാനിക്കുക, നല്ല എഴുത്തുകാർ ഉണ്ടാകുന്നതിന് അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു എഴുത്തുകാരൻ തീർച്ചയായും നിർമ്മിക്കപ്പെടുകയല്ല. വളരെ ബന്ധപ്പെട്ട് ഒരു എഴുത്തുകാരനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കുറേ വിദ്യാഭ്യാസം കൊടുത്ത് ഒരു എഴുത്തുകാരനെ ഉണ്ടാക്കാൻ നമുക്ക്, എഴുത്തുകാരനെയും എഴുത്തുകാരിയെയും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. അതിന് ചില പഠനങ്ങൾ വേണം, ചില പരിശീലനങ്ങൾ വേണം, ഗവേഷണം വേണം. അത് കഴിയുമ്പോൾ അങ്ങനെ എഴുതപ്പെടുന്ന കൃതികൾ പ്രസിദ്ധീകരിക്കണം. ഈ പ്രസിദ്ധീകരിക്കുന്ന കൃതികൾ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ച് ചർച്ച ചെയ്യണം. ഇതൊന്നും ഇന്ന് നടക്കുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടു കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഒന്നുമില്ല. സാഹിത്യ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ഒട്ടേറെ സാഹിത്യ ക്യാമ്പുകൾ നടത്തി അതിൻ്റെ പല ഘട്ടങ്ങളിലും ചുമതല വഹിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ മുഴുവൻ അവിടെ വരുത്തി നമ്മുടെ കുട്ടികൾക്ക്, പ്രതിഭാശാലികളായ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു പരിപാടി സർവകലാശാല തലത്തിൽ നടത്തിയിരുന്നു. ഞാനിപ്പോൾ വലത്തേക്ക് നോക്കുമ്പോൾ സാഹിത്യ അക്കാദമി കാണുന്നുണ്ട്. സാഹിത്യ അക്കാദമി അത്തരം ക്യാമ്പുകൾ നടത്തിയിരുന്നു. അതിൽ പങ്കെടുത്തിരുന്നു ആളുകൾ. എഴുത്തുകാരുമായിട്ടുള്ള സംവാദങ്ങൾ നടന്നിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പം തലമുറകൾ തമ്മിലുള്ള സംവാദമില്ല. തലമുറകളുടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. MD വാസുദേവൻ നായരെ കുറിച്ച് ദീർഘമായ ഒരു പ്രഭാഷണം ഇതിൻ്റെ ആരംഭത്തിൽ നടത്തി. MDയുടെ എത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കുന്നു എന്ന് ഞാൻ കൈ ചൂണ്ടി ചോദിച്ചാൽ വായിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ആ ഒരു മാനസികമായ ധൈര്യം പുതിയ തലമുറയിലെ എത്ര എഴുത്തുകാർക്ക് ഉണ്ട്? നിങ്ങൾ VK-നെ വായിച്ചിട്ടുണ്ടോ? മാധവിക്കുട്ടിയെ വായിച്ചിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? ചോദ്യത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും പതറിപ്പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം പ്രതിഭയാണ്. പ്രതിഭയില്ലാത്തവൻ ഈ പണിക്ക് പോകരുത്. ചുമ്മാ ഒരു പുസ്തകം എഴുതി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അടിച്ച ആളുകളുടെ മുമ്പിലേക്ക് ഇടുക എന്നുള്ള പരിപാടി അവസാനിപ്പിക്കണം. നിങ്ങളല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾ. വേദി കിട്ടിയതുകൊണ്ട് പറയുകയാണ്, വേറെ ഇവിടെ നിന്ന് പറയാൻ ഒക്കുകയില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം, അത് ഉത്സവമായി കൊണ്ടാടണം, ഒക്കെ ശരി. പക്ഷെ പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഭാഷാജ്ഞാനം ഇല്ല. വാക്കുകൾ കൃത്യമായി, ഒരു അധ്യാപകനാണ് ഞാൻ, കോളേജിൽ പഠിപ്പിച്ച 33 കൊല്ലം. ആ നിലയ്ക്ക് പറയുകയാണ്, വാക്കുകൾ തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്ത ആളുകൾ ലേഖനങ്ങളും കഥകളും കവിതകളും ഒക്കെ എഴുതുകയാണ്. അത് ദയവായി ഭാഷയെ വെല്ലുവിളിക്കരുത്, എൻ്റെ മാതൃഭാഷയെ അവമാനിക്കരുത് എന്ന് നിങ്ങളിലൂടെ ഞാൻ ഈ എഴുത്തുകാരുടെ സമൂഹത്തോട് പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങളോടല്ല പറയുന്നത്. അപ്പോൾ പ്രതിഭയുള്ള ആളുകൾ, ഭാഷാജ്ഞാനം വേണം. എന്താ എഴുത്തെന്ന് പറയുന്നത്? വായി തോന്നുന്നു എഴുതുക എന്നുള്ളതല്ല, മറിച്ച് ഭാഷയ്ക്കുള്ളിൽ ഒരു ഭാഷ ചമയ്ക്കുക എന്നുള്ളതാണ് എഴുത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാഷ ഉണ്ടാവണം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത് ഒരു ഭാഷ, മലയാള ഭാഷയാണ്, പക്ഷെ അത് എൻ്റെ ഭാഷയല്ല. അല്ലെങ്കിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വലിയ ഭാഷയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത്. ഞാൻ MA MPhil PhD ഒക്കെ എടുത്തിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ 4 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ബഷീറിൻ്റെ പുസ്തകങ്ങൾ എനിക്കിന്നും ഒരു വേദഗ്രന്ഥം പോലെ പ്രിയപ്പെട്ടതാണ്, മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ക്ലാസ്സിൽ പഠിച്ചോ എന്നുള്ളതല്ല പ്രധാനം, പ്രതിഭയുണ്ടോ അത് കണ്ടെത്തുക, അത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, സ്വയം വിമർശിക്കുക, സ്വയം പരിശീലിക്കുക. എങ്ങനെ പരിശീലിക്കാൻ സാധിക്കും? ഉള്ളാവുന്ന ആളുടെ പുസ്തകം വായിച്ചാലേ അത് സാധിക്കുകയുള്ളൂ. ദയവായി നിങ്ങളോടല്ല, നിങ്ങളിലൂടെ ഈ സമൂഹത്തോട് ഞാൻ പറയുകയാണ്, കൃത്രിമമായ സംഘടനകൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പുരസ്കാരം വാങ്ങി വീടിൻ്റെ മുൻപിലും പുറകിലും നിരത്തിയത് കൊണ്ട് എഴുത്തുകാരിയാവില്ല. ചില ആളുകളുടെ പുസ്തകം കാണുമ്പോൾ ആദ്യത്തെ പുസ്തകത്തിന് തന്നെ കിട്ടിയ അവാർഡുകളുടെ എണ്ണം വായിക്കുമ്പോൾ ബോധക്കേടുണ്ടാവും. സാഹിത്യ അക്കാദമിയെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 2 പ്രാവശ്യം വാങ്ങിച്ചയാളാണ് ഞാൻ, നോവലിനും യാത്രാ വിവരണത്തിനും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഞാൻ വാങ്ങിച്ചതാണ്. ഏത്? കേരള സാഹിത്യ അക്കാദമിയാണ്.
ഇപ്പം എത്ര അക്കാദമികളാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇതിൻ്റെ മറവിൽ ഇന്ന് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു 5 വർഷം ഞാൻ. അതിൻ്റെ പേര് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്, ബാലസാഹിത്യ അക്കാദമി എന്നല്ല. ഇന്നിപ്പോൾ അങ്ങനെ ചില പേരുകളിൽ അവാർഡ് കൊടുക്കുന്നുണ്ട്. അതും കൈനീട്ടി വാങ്ങിച്ച് ബാലസാഹിത്യ അക്കാദമി. ഏതപ്പാ? കോതമംഗലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്. എവിടെ? എൻ്റെ നാട്ടുകാരി ഇരിക്കുന്നു. ഏതപ്പാ കോതമംഗലം എന്ന് ചോദിക്കും. ഇന്നലെ ഒരു പുസ്തക പ്രകാശനത്തിൽ ചെന്നപ്പോൾ എം കെ രാജൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഇന്തപ്പനാണ്ടി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇന്തപ്പനാണ്ടി. എന്താ ഇന്തപ്പനാണ്ടി എന്ന് പറഞ്ഞാൽ? ഒരാൾ പറയുന്നു, എടി കാളി, ആ ഇന്തപ്പനാണ്ടി ഇങ്ങെടുത്തേ. വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, പാടത്ത് പണിയുമ്പോൾ. കാളിക്ക് കാര്യം മനസ്സിലായി, അത് തേക്ക് കൊട്ടയാണ്. പക്ഷെ തേക്ക് കൊട്ട, ഇന്തപ്പനാണ്ടി എന്ന് പറഞ്ഞാൽ തേക്ക് കൊട്ട എന്നല്ല അർത്ഥം. പിന്നെന്താണ്? നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്ന ഒരു ശൈലി ആണ്. അപ്പോൾ നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്ന ശൈലിയുടെ ഭംഗികൾ കണ്ടെത്തുക, ഭാഷയ്ക്കുള്ളിൽ ഭാഷ ചമയ്ക്കുക, കൃത്രിമമായ അംഗീകാരങ്ങളുടെ പുറകെ പോയി പ്രതിഭ നശിപ്പിക്കാതെ ഒരു തപസ്സായി എഴുത്തിനെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ശ്രമിക്കുന്ന കുറച്ച് ആളുകൾ തീർച്ചയായും നമ്മുടെ ഈ അവാർഡ് ജേതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നന്മ നേരുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ സ്നേഹാശംസകൾ അറിയിച്ച് ഷിബു കൃഷ്ണൻ ശൈരന്ദ്രിയെയും കൂട്ടുകാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വിലപ്പെട്ട വാക്കുകൾക്ക് നന്ദി സാർ. അടുത്ത് ആശംസാ പ്രസംഗവേളയാണ്. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും ഒരുപോലെ ഔന്നത്യമാർജിച്ചു നിൽക്കുന്ന പ്രൊഫസർ VT രമയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സമയത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. തെളിനീർ ട്രസ്റ്റ് ഇങ്ങനെ ആവർത്തിച്ച് പരിപാടികൾ നടത്തുന്നു. എല്ലാ വർഷവും അത് നടത്തുന്നു എന്നതൊരു വളരെ സന്തോഷമാണ്. ഈ തെളിനീർ ട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുള്ളത് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള പരുത്തുള്ളി രവീന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പാട്ടാണ്. പഴയൊരു പാട്ട്. കിനാവിൻ്റെ കടവിലെ ഇളനീര്, അതിലിറക്കിയ തോണിയിൽ പനിനീര്. ആ വരിയാണ് എപ്പോഴും എനിക്ക് ഓർമ്മ വരിക, തെളിനീരെന്ന് പറയുമ്പോൾ. കാരണം ഒരുപാട് പേരുടെ കിനാവുകളുടെ ഇളനീർ വെള്ളത്തെയാണ് വാക്കുകളാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ തെളിനീര് പ്രസിദ്ധീകരിച്ച് പുസ്തകങ്ങളാക്കുന്നത്. ഒരുപാട് പേരുടെ സങ്കല്പങ്ങൾ, ഭാവനകൾ, അവരുടെ അനുഭവ സമ്പത്തുകൾ, അവരുടെ വീക്ഷണ സമ്പത്തുകൾ, ഇത് മുഴുവൻ പുസ്തകങ്ങളാക്കി പ്രസിദ്ധീകരിച്ച് അവയെ അമരമാക്കുന്ന ഒരു പ്രക്രിയ തെളിനീർ ട്രസ്റ്റ് ചെയ്യുന്നുവെന്നതിന് ശ്രീ ഷിബു കൃഷ്ണൻ സൈരന്ധ്രിയെ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിക്കട്ടെ. ജലം വാട്ടർ അതോറിറ്റിയാണ്. ജലത്തിൻ്റെ ഒഴുക്കിൽ ജസ്റ്റ് എ ടേൺ ഇൻ ദി ഫ്ലോ, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് പോലെയാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സാഹിത്യത്തിൻ്റെ ഒരു സംരംഭകത്വം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയോ പേർക്ക് സ്വപ്ന സാക്ഷാത്കാരം എന്ന നിലയിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. പുതിയ എഴുത്തുകാരാണ്, തുടക്കക്കാരാണ്. പക്ഷേ എൻ്റെ നാട്ടുകാരനായ MT വാസുദേവൻ നായർ, അവിടുത്തെ പഴയ നായർ തറവാട്ടിൻ്റെ അകത്തളങ്ങളിലെ ഇരുളകങ്ങളിലെ മനുഷ്യരുടെ, അവിടുത്തെ പറമ്പുകളിലെ മനുഷ്യരുടെ ശ്വാസോച്ഛ്വാസം വരെ അളന്നെടുത്ത് ആവാഹിച്ച് അതിന് വലിയ ഒരു ഗ്ലോബൽ ഡൈമെൻഷൻ, ഒരു സാർവലൗകിക ഡൈമെൻഷൻ, മാനം നൽകിയതുപോലെ ആ ലെവലിലേക്ക് ഉയർന്ന് അദ്ദേഹം ഇപ്പോൾ സൃഷ്ടിച്ച വിടവ്, ആ വിടവിലേക്ക് ഈ പുതിയ എഴുത്തുകാർക്ക് കടക്കാനാകണം. കാരണം അതിന് എഴുതി തെളിയുക എന്നതാണ് വേണ്ടത്. എഴുതി കീറിക്കളഞ്ഞ് എഴുതി തെളിഞ്ഞ് പുസ്തകങ്ങളിലൂടെ ധന്യരാവാൻ ഈ പുതിയ എല്ലാ എഴുത്തുകാരെയും ഞാൻ അഭിനന്ദനത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടത് അതാണ്. ശ്രീ TPD രാജനെ കണ്ടപ്പോഴാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഭാരതം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു വീക്ഷണം, എല്ലാം ഭക്തിയും ശാസ്ത്രവും ഒരുപോലെ ചേർത്ത് എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റെ എല്ലാ അക്ഷര സൃഷ്ടികൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് അക്ഷരം.
അതിൽ നമുക്കിന്ന് ഒരു ശാസ്ത്രജ്ഞനെ കൂടി കിട്ടി. കാരണം ശാസ്ത്ര ശാഖ നമ്മളുടെ സാഹിത്യ ശാഖയ്ക്ക് ഒരുപാട് ഉപോത്ബലകമായിട്ടുണ്ട്. സി രാധാകൃഷ്ണൻ്റെ നോവലുകളുടെ പശ്ചാത്തലം നോക്കിയാൽ, മേത്തിലിൻ്റെ പുസ്തകങ്ങൾ നോക്കിയാലൊക്കെ നമുക്കത് മനസ്സിലാകും. ഒരു പക്ഷേ ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ വായിച്ച പഴയ നരേന്ദ്രനാഥിൻ്റെ പുസ്തകമുണ്ട്, മനസ്സറിയും യന്ത്രം. ശാസ്ത്രത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തൊരു കാലത്ത് മനസ്സറിയും യന്ത്രം, ഒരു കാരണവരുടെ യന്ത്രം, ആ വീട്ടിലുള്ളവരുടെ മനസ്സ് വായിച്ചെടുത്ത കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാരണവരെ കുറിച്ച് തെറ്റായി ചിന്തിച്ചാൽ അത് ഈ യന്ത്രം കാരണവർക്ക് സൂചന കൊടുക്കും. ഒരു പക്ഷേ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖല ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ നരേന്ദ്രനാഥിൻ്റെ മനസ്സിൽ ഈ മനസ്സറിയും യന്ത്രം എന്ന ഒരു ആശയം ഉണ്ടായി എന്ന് ഓർക്കുമ്പോഴാണ് സയൻസിൻ്റെ വളർച്ചയും സാഹിത്യത്തിൻ്റെ വളർച്ചയും തമ്മിലുള്ള ചേർച്ച, ആ ചേരുവ ഞാൻ ഓർമ്മിച്ചത്. ഇത് പറഞ്ഞത് സാറൊക്കെ ഇവിടുത്തെ പുസ്തകങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് സാറ് ഞാൻ കുറേ കൂടി സാഹിത്യം പറയുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ ആശംസ എന്ന രീതിയിൽ വളരെ ജനറലായിട്ട് കൊച്ചു ശ്രദ്ധ ചിന്തകൾ പറഞ്ഞേ ഉള്ളൂ. എല്ലാവർക്കും ആശംസകൾ. സമയം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തത് മലയാളം മിഷൻ രജിസ്ട്രാറും വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാനും മലയാളത്തിൻ്റെ പ്രിയ കവിയുമായ ശ്രീ വിനോദ് വൈശാഖി. ഗുരുസ്ഥാനീയനായ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉൾപ്പെടെയുള്ള TP ശാസ്ത്രമംഗലം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് 2 പുസ്തകങ്ങളാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. അതിൽ അമ്മിണിക്കുട്ടൻ തെളിനീരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയാണ്. സ്ത്രീപക്ഷ കഥകൾ ആയിരുന്നു അത്. അമ്മിണിക്കുട്ടൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പേര് അവൾപാതകൾ എന്നാണ്. പെൺവിളി എന്നാണ് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിനുള്ളിൽ സ്ത്രീപക്ഷ രചനകളാണ്. പുതിയ കാലഘട്ടത്തിൽ സ്ത്രീ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ പലപ്പോഴും തെരുവുകളിലോ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ചതിക്കുഴികളാൽ ഒറ്റപ്പെട്ടു പോകുകയോ ചെയ്യുന്ന സ്ത്രീകളെ അടയാളപ്പെടുത്തുകയും അവരെ സുരക്ഷിതമായി തിരിച്ചെടുക്കുകയും ചെയ്യുന്ന കഥകളുടെ സമാഹാരമാണ് പെൺവിളി. അമ്മിണിക്കുട്ടന് എല്ലാ ആശംസകളും നേരുന്നു. നേരത്തെ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ സൂചിപ്പിച്ച ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട്. അതിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംസ്ഥാന ബാലസാഹിത്യ കവിതാ പുരസ്കാരത്തിന് അർഹനായ പകൽക്കുറി വിശ്വൻ്റെ തേനും വയമ്പും എന്ന പുസ്തകമാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. തേനും വയമ്പും എന്ന കൃതിയിൽ അക്ഷരപ്പാട്ടുകളുണ്ട്. ആ മുതൽ ക്ഷ വരെയുള്ള വർത്തമാനങ്ങളുണ്ട്. ആ തേനും വയമ്പിലെ ഒരു കവിത ആ അല്ലെങ്കിൽ ആ എന്ന അക്ഷരം നമ്മളെ വ്യാമോഹിപ്പിക്കുന്നുണ്ട്. ആ ആന തുമ്പി ഉയർത്തുന്നു ചിഹ്നം വിളിച്ചാദ്യ വമ്പുള്ള ഭാഷയായി. ആ എന്ന അക്ഷരത്തിൽ ഒരു ആനയുണ്ട്. ആ ആനയെ അടയാളപ്പെടുത്തുന്നതിനോടൊപ്പം ആ അക്ഷരമാലയിലെ അഴകേറുന്നൊരു രണ്ടാമൻ, ആകൃതി കണ്ടാൽ ആനയ്ക്കൊപ്പം ആകാരത്തിലും ഒന്നാമൻ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തേനായും വയമ്പായും ഈ പുസ്തകങ്ങൾ നിറയും. പുതിയ കാലഘട്ടം ഏറ്റവും മനോഹരമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. യുനെസ്കോ ഒരുപക്ഷെ വേൾഡ് ബുക്ക് ക്യാപിറ്റലായി, പുസ്തക തലസ്ഥാനമായി ഈ നിയമസഭയുടെ പുസ്തക സഭകളെ ഒരുപക്ഷെ അംഗീകരിക്കും എന്ന് മുഖ്യമന്ത്രിയുടെ മനോഹരമായ വാചകത്തിലൂടെ നമ്മൾ കേട്ടു. ഷിബു കൃഷ്ണൻ സൈരന്ധ്രിയുടെ വലിയ കൂട്ടായ്മയാണ് ഇത്. ഈ തെളിനീർ കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. നന്ദി സാർ. മലയാളത്തിലെ ബാലസാഹിത്യകാരന്മാരിൽ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിത്വം ശ്രീമാൻ പകൽക്കുറി വിശ്വനെയാണ് അടുത്തതായി ക്ഷണിക്കുന്നത്. അഭിവന്ദനെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. എൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു. എൻ്റെ 35ാമത്തെ പുസ്തകമാണ്. തെളിനീർ ട്രസ്റ്റിൻ്റെ ഈ വേദിയിൽ ഇതിൻ്റെ പ്രവർത്തന കാലം മുതൽ പങ്കെടുക്കുന്ന ഒരു കക്ഷിയാണ് ഞാൻ. ശ്രീ ഷിബു കൃഷ്ണൻ, എൻ്റെ സ്വന്തം അനുജൻ, എല്ലാ പരിപാടികളിലും ഒരു മൂത്ത ചേട്ടനെ പോലെ എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് അങ്ങ് കാസർഗോഡ് മുതൽ കേരളം വരെയുള്ള എഴുത്തുകാരെ എല്ലാം ഏകോപിപ്പിച്ച്
അവരുടെ കവിതകളും കഥകളും ഒക്കെ പുസ്തകമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമിത്രം, അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതിൻ്റെ നല്ലവരായ പ്രവർത്തകർ, ഈ വേദിയിൽ സമ്പന്നമാക്കിയിട്ടുള്ള മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ, എൻ്റെ ആത്മമിത്രങ്ങൾ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, വിനോദ് വൈശാഖി, വിനോദ് വെള്ളായണി മുതലായ സമകാലീയരായ സുഹൃത്തുക്കളായ എഴുത്തുകാർ ഇനിയുമുണ്ട്. എനിക്ക് സംസാരിക്കാൻ സമയം തരുന്നതിന് മുമ്പ് കൊടുക്കേണ്ടത് ശ്രീ കാര്യവട്ടത്തിനും വിനോദിനുമായിരുന്നു. എന്തായാലും എനിക്ക് തന്ന ഈ അവസരത്തിന് നന്ദി, എൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ചതിന് നന്ദി, എൻ്റെ വാക്കുകൾ ശ്രവിച്ചതിന് എനിക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നിർലോഭം തരുന്നതിന് ഒക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. അടുത്തതായി അനന്തപുരിയിലെ എല്ലാ കാവ്യവേദികളിലെയും സ്നേഹ സാമീപ്യം ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ. എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, ഡോക്ടർ രാജൻ സാർ, ഈ വേദിയിൽ എന്നോടൊപ്പം ബോഡിഷ്ടായിട്ടുള്ള സാഹിത്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൂലികയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നവരെ, പ്രിയ സദാസ്, ദീർഘമായി ഒന്നും പറയാനുള്ള സമയമല്ല. ഞാൻ ഏറ്റുവാങ്ങിയ പുസ്തകം കണ്ണൂർക്കാരനായ എനിക്ക് ഏറ്റവും ബഹുമാന്യനായ മധുസൂദന എം കാക്കയങ്ങാട് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം സാഹിത്യത്തിൻ്റെ ഇതര ശാഖകൾ കൈകാര്യം ചെയ്യുന്ന ഒരു തൂലികക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ മറിച്ചു നോക്കിയപ്പോൾ, ഒരു 8-10 കവിതകൾ മറിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജീവിതത്തിൻ്റെ വിഹുലതകളും പീഡനങ്ങളും അതുപോലെ തന്നെ യാതനകളും ഉൾക്കൊള്ളുന്ന ഒത്തിരി കവിതകൾ നമ്മെ പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ വഴികൾ തെറ്റിപ്പോകുന്നവർക്ക് നേരായ വഴി കാട്ടുന്ന കുറേ തൂലിക ചിത്രങ്ങൾ ഈ 50 കവിതകളിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഷിബു കൃഷ്ണൻ സൈരന്ദ്രി എന്ന് പറയുന്ന നമ്മുടെ ഈ വേദി ഒരുക്കിയിരിക്കുന്ന തെളിനീർ ബുക്സിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം നിരവധി എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ നടത്തിയ ഈ യജ്ഞം തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമാണ്. എല്ലാ എഴുത്തുകാർക്കും ഇതിൻ്റെ പ്രസാധകർക്കും ഒക്കെ തന്നെ എൻ്റെ അഗൈതവുമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം. നന്ദി സാർ. ഇടയ്ക്ക് നമ്മുടെ വിശിഷ്ട അതിഥിയുടെ പുസ്തക പ്രകാശനമുണ്ടായിരുന്നു. ഇപ്പോൾ വിശിഷ്ട അതിഥിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ് KM രാധ, അതായത് ശ്രീമതി രാധ കിഴക്കേ മഠം. ഞാൻ ആദ്യമായിട്ട് എന്നെ സാഹിത്യത്തിൽ സഹായിച്ച MT S ജയചന്ദ്രൻ നായർ, അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയി, അവരെ ഒരു നിമിഷം അനുസ്മരിക്കുന്നു. അതിന് ശേഷം ഇന്നലെ മരിച്ചിട്ടുള്ള ജയചന്ദ്രൻ, പിന്നെ ഈ വിശിഷ്ടാതിഥികളിൽ 2 പേരെ മാത്രമേ എനിക്കറിയുള്ളൂ. ജോർജ് ഓണക്കൂർ സാറിനെയും വായിച്ചതാണ്, ആദ്യമായിട്ടാണ് ഇവരെയൊക്കെ കാണുന്നത്, പിന്നെ ശാസ്ത്രമംഗലം സാറിനെയും. ബാക്കി വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും ഒരു നിമിഷം സംസാരിക്കാൻ അനുമതി തന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ കുട്ടിക്കാലം മുതലേ കഥകൾ എഴുതാൻ തുടങ്ങിയതാണ്. ഇതിനിപ്പോൾ ഈ പുസ്തകം വരാനുള്ള ഒരു പ്രധാന കാരണം സൈരന്ദ്രിയാണ്. ഞാൻ അയാളെ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, എനിക്ക് എഴുതാൻ വയ്യ. ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൊബൈൽ വെച്ചിട്ടാണ് എഴുതുന്നത്. എൻ്റെ കഥകൾ മുഴുവൻ കട്ടെടുക്കുകയാണെന്ന് 2011 മുതലാണ് ഫേസ്ബുക്കിൽ എഴുതാൻ തുടങ്ങിയത്. എൻ്റെ കഥകൾ മുഴുവൻ കട്ടെടുക്കുകയാണ്. സോഷ്യലായിട്ടുള്ള കട്ടെടുത്തോട്ടെ, ശരിയായതുകൊണ്ടാണല്ലോ അവർ കട്ടെടുക്കുന്നത്. അവരെ പേര് വെച്ചിട്ട് വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിനു മുന്നേ പിന്നെ ആമസോണിൽ എൻ്റെ ഒരു നോവൽ, അത് വേറൊരാൾ പ്രസിദ്ധമായി, അതുകൊണ്ട് ഞാൻ എഴുതി. എനിക്കിതിനെപ്പറ്റി അറിയില്ല, എഴുതാൻ മാത്രമേ അറിയുള്ളൂ. അതിന് ശേഷം അവരത് പുസ്തകം വിൽപ്പന നിർത്തി. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഈയിടെ ഇതിപ്പം ഒരു കാരണം കൂടിയാണ് ഇപ്പോൾ ഈ പുസ്തകം വരാൻ കാരണം ഒരു എഴുത്തുകാരി, ഞാൻ അവരുടെ ആരെയും പേര് പറയാനോ അവരെ വിമർശിക്കാനോ തയ്യാറല്ല. അവർ ആറ്റൂർ രവിവർമ്മയുടെ ഒരു കവിത അതേപടി അർത്ഥമില്ല അതേപോലെ വെച്ചു. അപ്പോഴാണ് പുസ്തകം വന്നതുകൊണ്ടാണ് അവർ അത് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ കഥകൾ എവിടെയെങ്കിലും ആരെങ്കിലും കോപ്പി അടിക്കുന്നൊരു പുസ്തകം വന്നാൽ, മാത്രമല്ല ഈ 2011 മുതൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രായമുള്ള വേറെ പലരോടും പറഞ്ഞ് ആർക്കും വയ്യാന്ന്. ഫേസ്ബുക്കിൽ കയറി സ്ക്രോൾ ചെയ്തിട്ട് 2024 വരെയുള്ള കഥകൾ വാട്സപ്പിൽ എഴുതിയിട്ടാണ് ഇദ്ദേഹത്തിന് അയച്ചത്. ഇദ്ദേഹത്തിനാണെങ്കിൽ
ഇതൊരു പാവം മനുഷ്യനാണ്, പിന്നെ എനിക്ക് കണക്കൊന്നും അറിയില്ല, വേഗം രാത്രിയും പകലും രാത്രി ഉറക്കാണ്ട് ഇടയ്ക്ക് 3 മണിക്കാണ് ഇയാൾ വിളിക്കാൻ പറയും. അപ്പോൾ ഞാൻ 3 മണി വരെ ഒന്നാമത് ആലോചിക്കണം, എനിക്ക് സുഖമില്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ട്രീറ്റ്മെൻറ്റ് 2 മാസം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അമ്മ വഴി വന്ന വാതസൂക്കേടാണ്, അത് തുടർച്ച, അത് മരണം വരെ ഉണ്ടാവും. ആ സമയത്ത് 3 മണിക്ക് നോക്കുമ്പോൾ ഉണ്ടാവും ഇയാൾ ഉറങ്ങുന്നു, പിന്നെ ഒരു 6 മണിക്കൂർ ഇയാൾ വിളിക്കുക, അപ്പോൾ 6 മണിക്ക് ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുമായിരിക്കും. അങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പുസ്തകം എഴുതി. നിങ്ങൾ, എൻ്റെ ഒരൊറ്റ അഭിപ്രായം എന്താ വെച്ചാൽ, ധാരാളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. എസ് ജയചന്ദ്രൻ നായർ, MS മണി, അവരെല്ലാവരുമാണ് ഇതാക്കിയത്. പിന്നെ MS മണി കുറേ പേര് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് പിന്നീട് ആദ്യമായി ഈ നിയമസഭയിൽ വരാനും കാലുകുത്താനും ഇന്നുവരെ ഞാൻ വന്നിട്ടില്ല. പതിപ്പുകളൊക്കെ വലിയ ഇഷ്ടമാണ്, സാഹിത്യത്തിൻ്റെ പതിപ്പ്, സിനിമയുടെ പതിപ്പ് ഒക്കെ വലിയ ഇഷ്ടമാണ്, പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് ഹോർത്തൂസിൽ ഒരു പരിപാടി നടന്നിരുന്നു. ആ പരിപാടി നടന്നപ്പം എന്നെ മാത്രം വിളിച്ചില്ല, എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതിലൊന്നും പരിഭവമില്ല. ഏറ്റവും ആദ്യം LDF ഗവൺമെൻറ് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെയൊരു സംവിധാനം ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു പുസ്തക ക്ലബ്ബ് എല്ലാവരുടെ പുസ്തകങ്ങളും വായിക്കണം. പിന്നെ മാത്രമല്ല, പുസ്തകങ്ങൾക്ക് അവിടെ ഒരു വേർതിരിവ് നടത്തരുത്. ഇപ്പോൾ ഹോർത്തൂസിൽ എന്നെ വിളിച്ചില്ല, പിന്നെ സാഹിത്യ അക്കാദമീൻ്റെ എന്നെ വിളിച്ചില്ല. കാരണം എന്താ, അതല്ല വേണ്ടത്. എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം. എൻ്റെ നിങ്ങളെയൊക്കെ അഭിപ്രായം കേട്ടിട്ട് അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. അപ്പോൾ LDF ഗവൺമെൻറ്റിനോട് ഇപ്പോൾ ഇവരാണ് ആര് ഭരിച്ചാലും എല്ലാവർക്കും ഒരു വേദി കൊടുക്കണം. അത് ചെറിയ കുട്ടിക്കഥാകാരന്മാരിൽ. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മലയാള അക്ഷരത്തെ പറ്റിയിട്ടാണ്. അർത്ഥം എഴുതിയാൽ പോരെ, നല്ല മലയാള അക്ഷരത്തിന് അർത്ഥമുണ്ട്. കഷ്ടമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ, കാരണം ഇന്നത്തെ എഴുത്തുകാർ കാര്യങ്ങൾ, അതായത് പ്രസിദ്ധീകരിക്കാനുള്ള വിഷമങ്ങളും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ നിർത്തുന്നു. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. പിന്നെ LDFനെ ഇങ്ങനെയുള്ള സംഘടന ഇങ്ങനെയുള്ള നടത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്ദി വരട്ടെ. ഔപചാരികമായുള്ള പുസ്തക പ്രകാശനം നടക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. പുസ്തക സ്വീകാരം ശ്രീമാൻ TP ശാസ്തമംഗലം. സ്നേഹാദരവ് കൂടെയുണ്ട്. ഡോക്ടർ ജോർജ് ഓണക്കൂർ സ്നേഹാദരവ് സമർപ്പിക്കുന്നു.